നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് മരിച്ചത് കൊല്ലം ആലങ്ങോട് സ്വദേശി അമലയാണെന്ന് തിരിച്ചറിഞ്ഞു. വാഹനത്തിനിടയിൽ പെട്ടുപോയ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് പുലർച്ചെ 2:30 നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു. അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. 27 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. AP ജയരാജൻ വിവാദത്തിൽ കേരളത്തിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എല്ലാ സീറ്റിലും വിജയിക്കാനാണ് മത്സരിക്കുന്നതെന്നും യെച്ചൂരി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ നിന്ന് പിൻവാങ്ങി മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ആരിഫ് നസീം ഖാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തു നിന്നും ഒരു മുസ്ലിം നേതാവിനെയും നാമനിർദ്ദേശം ചെയ്യാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ പിന്മാറൽ. മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും നോമിനേറ്റ് ചെയ്തില്ലെന്ന് കാണിച്ച് നസീം ഖാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചു. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അസുഖം ബാധിച്ച് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചു. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകിയിരുന്ന മരുന്നാണ് 12 വയസ്സ് വരെയാക്കിയത്. ആദ്യഘട്ടത്തിൽ 10 കുട്ടികൾക്കാണ് വില കൂടിയ മരുന്ന് നൽകിയത്. ഇതുവരെ 57 കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചത്. അപൂർവ രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ SMA ക്ലിനിക് ആരംഭിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,65,205 പേർ വീട്ടിൽ വോട്ട് ചെയ്തു. 39,111 പേരാണ് അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവരുടെയും ഉദ്യോഗസ്ഥരുടെയും പോസ്റ്റൽ വോട്ട്. ഇതുവരെ ലഭിച്ച അനൌദ്യോഗിക കണക്കനുസരിച്ചാണ് ഇത്. ഗാസയിൽ ശക്തമായ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. ഖാൻ യൂനിസിലെ നുസ്രിയത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേർക്കായിരുന്നു ആക്രമണം. ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നതിനിടെ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കാൻ ലോകത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ഇതോടെ സ്പോർട് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.